A very good morning to all. So today in this class we'll be discussing about the teacher's role in disciplinary procedure. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ പല ഹെഡിങ്സ് ആയിട്ടാണ് എഴുതുക. So the first heading is responding to a student misconduct. So while responding to a student misconduct, there are various steps. The first step is gather and document information. So while gathering and documenting the information regarding a student misconduct, the teacher has to collect information about the student's actions, the date, the time, and the others who were present at that moment where the incident has taken place. സോ ആദ്യത്തെ ടീച്ചറിൻ്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മിസ്കണ്ടക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു മിസ്കണ്ടക്റ്റിനെ കുറിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നതാണ്. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് മസ്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് സ്റ്റുഡൻറ്റ് ചെയ്തത്, ഏത് ദിവസമാണ് ഇത് സംഭവിച്ചത്, ഏത് സമയത്താണ് ഇത് സംഭവിച്ചത്, ആരൊക്കെയായിരുന്നു ആ ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ ചുറ്റുപാടും ഉണ്ടായിരുന്നത്. The next is engage and confront the student about the behaviors observed. So whenever you meet the student regarding to discuss about this particular behavior, always meet the student privately, discuss the faculty concerns, allow the student to express his or her perspective of the situation, and provide an opportunity to discuss how this behavior interrupts the learning environment. സോ ഈ ഒരു മിസ്കണ്ടക്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, സ്റ്റുഡൻറ്റിന് അത് പറഞ്ഞു കൊടുക്കുക, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ഇതിനു വേണ്ടിയിട്ട് സ്റ്റുഡൻറ്റിനെ മീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പ്രൈവറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ക്യാബിനിൽ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് വേണം ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട്. ആദ്യമേ കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയാണ് ടീച്ചറിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത തെറ്റുകൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ടീച്ചറിൻ്റെ കൺസേൺസ് എന്ന് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം സ്റ്റുഡൻറ്റിന് തൻ്റെ ഭാഗം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ആൻഡ് ലാസ്റ്റ്ലി, ഇപ്പോൾ ചിലപ്പോൾ സ്റ്റുഡൻറ്റിന് അതൊരു മിസ്കണ്ടക്റ്റ് ആയിട്ട് തോന്നിയെന്ന് വരില്ല അല്ലേ, തൻ്റെ ഭാഗത്ത് ശരിയുണ്ട് എന്ന് സ്റ്റുഡൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും ഇല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഈ ഒരു പർട്ടിക്കുലർ ബിഹേവിയർ ആ ഒരു കോളേജിൻ്റെ ലേണിംഗ് എൻവയൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. സോ ദാറ്റ് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ഐഡൻറ്റിഫൈ ഹിസ് ഓർ ഹെർ മിസ്റ്റേക്ക്. സോ റെസ്പോണ്ടിങ് ടു സ്റ്റുഡൻറ്റ് മിസ്കണ്ടക്റ്റിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഫസ്റ്റ് ഇസ് ഗ്യാദറിങ് ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദ ഇൻഫർമേഷൻ. ദ സെക്കൻഡ് ഇസ് എൻഗേജിങ് ആൻഡ് കൺഫ്രണ്ടിങ് ദ സ്റ്റുഡൻറ്റ് അബൌട്ട് ദ ബിഹേവിയർ ഒബ്സർവ്ഡ്. The next is focus on the behavior. So focus on the behavior of the students and never be carried out by other aspects like academic performance. So ഇത് പലപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കുട്ടീനെ ഓവറോൾ ആയിട്ട് നമ്മളൊന്ന് വിലയിരുത്തും അല്ലേ, ടീച്ചേഴ്സ് ഒന്ന് വിലയിരുത്തും. ഈ കുട്ടി നല്ലപോലെ പഠിക്കും, നല്ലപോലെ ആക്റ്റീവാണ്, നല്ലപോലെ പെരുമാറാൻ അറിയാം, അപ്പോൾ ഇവൻ നല്ല കുട്ടി. വേറൊരു കുട്ടിയാണെങ്കിൽ പഠിക്കില്ല, അതേസമയം എല്ലാത്തിലും പുറകിലാണ്, അപ്പോൾ അവൻ ചീത്ത കുട്ടി. സോ അങ്ങനെ വിലയിരുത്തി ആ ഒരു വിലയിരുത്തലിൻ്റെ ബേസിലല്ല നമ്മളൊരു കുട്ടിയുടെ മിസ്കണ്ടക്റ്റിനെ കാണേണ്ടത്. ഓൾവേസ് ഫോക്കസ് ഓൺ ദ ബിഹേവിയർ. എന്താണ് കുട്ടി ആ ഒരു സിറ്റുവേഷനിൽ കാണിച്ച ആക്ഷൻസ് അല്ലെങ്കിൽ കുട്ടിയുടെ ബിഹേവിയർ എന്തായിരുന്നു അത് മാത്രമാണ് നോക്കേണ്ടത്. പിന്നത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമ്മളിവിടെ അന്വേഷിക്കാൻ പാടില്ല. So always focus on the behavior. So focus on the behavior of the student and never be carried out by other aspects like academic performance. So നമ്മളിങ്ങനെ ഇത് ഓർമ്മ വരുമ്പോഴാണ് ലൈക്ക് +2 പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇൻറ്റേർണൽ മാർക്സ് ഉണ്ടല്ലോ.
അപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ആർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അവൾ മാത്സിൻ്റെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻറ്റേർണൽ മാർക്സിൻ്റെ ലിസ്റ്റ് വന്നപ്പോൾ അവൾക്ക് 10/10 ഉണ്ട്. ആൻഡ് സബ്മിറ്റ് ചെയ്ത പലർക്കും 8ഉം 9ഉം ഒക്കെ ഉള്ളൂ. ഈ കുട്ടിയാണെങ്കിൽ വെച്ചിട്ട് കൂടിയില്ല. അതിന് മുമ്പേ സാറ് 10 മാർക്ക് ഇട്ട് കൊടുത്തു. സോ അങ്ങനത്തെ ബിഹേവിയർ പലയിടത്തും ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. സോ സച്ച് ബിഹേവിയേഴ്സ് ഷുഡ് ബി അവോയ്ഡഡ്. The next is outline the required new behavior. സോ പലപ്പോഴും സംഭവിക്കുക, നമ്മൾ ആ തെറ്റിനെ അങ്ങ് ക്രൂശിക്കും. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും പല ടീച്ചേഴ്സും പറഞ്ഞു കൊടുത്തെന്ന് വരില്ല. സോ ദാറ്റ് ഷുഡ് ബി അവോയ്ഡഡ്. എന്താണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ നീ ബിഹേവ് ചെയ്യേണ്ടിയിരുന്നത് എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. And lastly, outline the consequences of compliance or non-compliance. സോ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നമ്മൾ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഹേവിയറിൽ കുട്ടി ബിഹേവ് ചെയ്തില്ല എങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പണിഷ്മെൻ്റ് ആണ് ഇനി ഇത് റിപ്പീറ്റ് ചെയ്താൽ കുട്ടിക്ക് കിട്ടാൻ പോകുന്നത് എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. So this is how a teacher should respond to a student misconduct. നമുക്ക് ഒന്നുകൂടെ കാണാം സ്റ്റെപ്സ് ആയിട്ട്. The first is gather and document information. Gather and document information, you have to collect information regarding the student's actions, the date, the time and the others who were present at that moment. രണ്ടാമത് എൻഗേജ് ആൻഡ് കൺഫ്രണ്ട് ദ സ്റ്റുഡൻറ്റ് അബൌട്ട് ദ ബിഹേവിയർ ഒബ്സർവ്ഡ്. ഇവിടെ ഓൾവേസ് മീറ്റ് ദ സ്റ്റുഡൻറ്റ് പ്രൈവറ്റ്ലി, ഡിസ്കസ് ദ ഫാക്കൽറ്റി കൺസേൺസ്, allow the student to express his or her perspective and provide an opportunity to explain how this particular behavior interrupts the learning environment of the college. The next is always focus on the behavior and never be carried out by other factors. പിന്നെ outline the required new behavior and finally outline the consequences of compliance or non-compliance. So this is the teacher's role in responding to a student misconduct. Hope you are clear with this.